ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് ഗ്രൗണ്ടിൽ കൂറ്റൻ മരം കടപുഴകിയിട്ടുണ്ട്. സജോ ദേവസ്യയുണ്ട് ഇപ്പോൾ തത്സമയം. സജോ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എന്താണ് മരം കടപുഴകി? ആർക്കും അപകടമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ മരമാണ്, വലിയ കാറ്റിൽ വീണതാണോ? ഡോക്ടർ അരുൺ, അതിശക്തമായ മഴയും കാറ്റുമായിരുന്നു ഇന്ന് പുലർച്ചെ വരെ. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് എനിക്ക് പിന്നിൽ കാണുന്ന കൂറ്റൻ മരം കടപുഴകി വീണത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മരമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ എത്രമാത്രം ഇതിൻ്റെ ചുവടിന് വലിപ്പമുണ്ടെന്ന് ദൃശ്യങ്ങളിൽ കാണാം. അത്രയും വലിയ ഒരു മരമാണ് ഗ്രൗണ്ടിലേക്ക് വീണത്. പക്ഷേ പുലർച്ചയോടുകൂടിയാണ്, ഇവിടെ ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. അതാണ് നമുക്ക് ആശ്വാസകരമായ ഒരു കാര്യം. വലിയ മരമാണ്, അതൊരു ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് ഭാഗത്ത് ആ ഘട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായില്ല. പക്ഷേ കാലങ്ങളായി ഇവിടെ ഉണ്ടായിരുന്ന വലിയ ഒരു മരമാണ്. ഇതാണ് കടപുഴകി അങ്ങോട്ടേക്ക് വീണത്. ഇത് ഈ മരം ഒരുപാട് പഴക്കമുണ്ട്. തായ്വേരുകളൊക്കെ കുറച്ച് ദ്രവിച്ച അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇങ്ങനെ വീഴും എന്ന് കണക്കുകൂട്ടിയില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയാൽ കാണാം ഈ മരത്തിൻ്റെ ഒരു വലിപ്പം എത്രത്തോളം വലുതാണ് എന്നത്. പക്ഷേ ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അപകടം ഉണ്ടായില്ല. മാത്രമല്ല എതിർഭാഗത്തേക്ക് വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ ആ ഭാഗത്തേക്കല്ല, ഗ്രൗണ്ടിലേക്ക് തന്നെ വീണു എന്നത് അപകടം ഒഴിവാക്കി എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. നമുക്ക് അതിൻ്റെ മറുഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആ മരത്തിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്ന് കാണാൻ കഴിയും. ഇത് പക്ഷേ നേരെ ആ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്ക് തന്നെ വീണു എന്നതാണ്. ഒരുപക്ഷെ മറ്റ് അപകടം മരം തന്നെ ഒഴിവാക്കി, പ്രകൃതി തന്നെ നിശ്ചയിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം നമുക്കിതിൻ്റെ ഒരു വലിപ്പം ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. നേരെ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്ക് തന്നെ മരം മറിഞ്ഞു വീഴുകയായിരുന്നു. അതേസമയം നേരെ എതിർഭാഗത്തേക്ക് വീണില്ല. എതിർഭാഗത്ത് വീടുകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് വീണില്ല. പുലർച്ചെ ഞാൻ ഇവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പുലർച്ചെ ഒരു 2 മണിയോടുകൂടിയാണ് വലിയ ശബ്ദം കേട്ടത്. ആ സമയത്തായിരിക്കാം മറിഞ്ഞു വീണത്. അത് അങ്ങനത്തെ ഒരു നല്ല കാറ്റുണ്ടായിരുന്നു, അതിശക്തമായ കാറ്റ്. ഇവിടുന്ന് തൊട്ട് പുറകുഭാഗത്ത് ബീച്ചാണ്, ഫോർട്ട് കൊച്ചി ബീച്ചാണ്. അവിടെ നിന്നെല്ലാം അതിശക്തമായ കാറ്റ്. ഇപ്പോഴും ശക്തമായ കാറ്റ് ആ മേഖലകളിൽ തുടരുന്നുണ്ട്. പുലർച്ചെ വരെ അതിശക്തമായ മഴയായിരുന്നു, നല്ല കാറ്റും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ കാറ്റുണ്ട്. കാറ്റിൻ്റെ മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നതാണ്. ഇത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ മരത്തിൻ്റെ എത്രത്തോളം വലിപ്പമുണ്ട്, അത്ര വലിയ ഭീമാകാരനായ ഒരു മരമാണ്. സമാനമായ ഒരു മരവും അപ്പുറം നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ പോയാൽ കാണാം. വലിയൊരു മരമാണ്, ഏതാണ്ട് അതിനോട് അടുപ്പിച്ച് തന്നെ വലിപ്പമുള്ള ഒരു വലിയ മരമാണ്. ഈ ഭാഗത്തേക്ക് തന്നെ വീണതുകൊണ്ട് യാതൊരു അപകടം ആളുകൾക്കോ കെട്ടിടങ്ങൾക്കോ ഒന്നും ഒരു തരത്തിലുമുള്ള അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായില്ല എന്നത് ആശ്വാസകരമായ കാര്യം. അത് ആ ഭാഗത്തേക്ക് ഗ്രൗണ്ടിലേക്ക് തന്നെ പുലർച്ചെയുള്ള സമയമായതുകൊണ്ട് ആളുകൾ ഉണ്ടായിരുന്നില്ല, അങ്ങോട്ട് വീണു. അതുകൊണ്ട് മറ്റ് അപകടങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ മരം ശക്തമായ കാറ്റ് തുടരുന്നുണ്ട്. മഴ ഇപ്പോൾ ശക്തിയിൽ അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇടവിട്ട് അതിശക്തമായ വലിയ ആ മരത്തിന്റെ വേരൊന്ന് പ്രേക്ഷകർ നോക്കൂ. എത്രയെത്ര കാറ്റുകളിൽ നിന്ന് ആ മരത്തെ പിടിച്ചു നിർത്തിയതാണ് ആ വേരുകൾ. നമ്മുടെ ജീവിതവും ഇതുപോലെയൊക്കെയാണ് അല്ലേ? പഴക്കമേറിയ വേരുകളാണ്, വർഷങ്ങൾ പഴക്കമുള്ള മരമാണ്. ആ വേരുകൾ എത്രയോ കാലം ആ മരത്തെ സംരക്ഷിച്ചു പിടിച്ചു നിർത്തി. ഒടുവിൽ ആ വേരുകൾ ദ്രവിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കനത്ത മഴയിൽ വലിയ മരവും കടപുഴകി വീണിരിക്കുന്നു, നമ്മുടെ ജീവിതത്തെ പോലെ തന്നെ അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെയൊക്കെ വേരുകൾ അഴുകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഹൃദയബന്ധങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുക. ഇങ്ങനെ പിടിച്ചു നിൽക്കണം, ഏത് കൊടുങ്കാറ്റിലും ഉലയാതെ.